യെഹെസ്കേൽ. പ്രിയ കൂട്ടുകാരെ, ബൈബിൾ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ബൈബിളിലെ 26-ാമത്തെ പുസ്തകമായ യെഹെസ്കേലിലേക്ക് നമുക്ക് കടക്കാം. യെഹെസ്കേൽ ഇസ്രായേലിൽ നിന്ന് ബാബേലിലേക്ക് പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയവരിൽ ഉൾപ്പെട്ട ഒരു പുരോഹിതനായിരുന്നു. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ 3 യഹൂദ രാജാക്കന്മാരുടെ കാലത്തായിട്ടാണ് യഹൂദയിൽ നിന്ന് ആളുകളെയും രാജാക്കന്മാരെയും തൻ്റെ രാജ്യത്തിലേക്ക് പിടിച്ചുകൊണ്ടുവന്നത്. യഹൂദ രാജാവായ യെഹോയാക്കീമിനെയാണ് നെബൂഖദ്നേസർ ആദ്യം ബാബേലിലേക്ക് കൊണ്ടുവന്നത്. ആ കൂട്ടത്തിൽ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുവന്നവരിൽ ചിലരായിരുന്നു ദാനിയേലും അവന്റെ സുഹൃത്തുക്കളും. അതിനുശേഷം നെബൂഖദ്നേസർ പലപ്പോഴായി ആളുകളെ തന്റെ രാജ്യത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയിരുന്നു. അങ്ങനെ ദാനിയേലിന് ശേഷം ബാബേലിൽ എത്തപ്പെട്ടയാളാണ് യെഹെസ്കേൽ. യെഹെസ്കേൽ ഇസ്രായേലിൽ പുരോഹിത ശുശ്രൂഷ ചെയ്തിരുന്ന ഒരാളായിരുന്നു. എന്നാൽ യിരെമ്യാ പ്രവാചകന്റെ വാക്കനുസരിച്ച് ബാബേൽ രാജാവിനോട് എതിർത്ത് നിൽക്കാതെ ബാബേലിലേക്ക് പോവാൻ യെഹെസ്കേൽ മനസ്സ് കാണിച്ചു. യഹൂദ രാജാവായിരുന്ന യെഹോയാക്കീനിന്റെ ഒപ്പമാണ് യെഹെസ്കേൽ ബാബേലിലേക്ക് വന്നത്. അവിടെ എത്തി 5-ാം ആണ്ടിൽ തന്റെ 30-ാമത്തെ വയസ്സിൽ അവൻ കൽദയ ദേശത്തിലെ കേബാർ നദീതീരത്തിരിക്കുമ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അതോടൊപ്പം യഹോവയുടെ കൈയും അവന്റെ മേൽ വന്നു. യെഹെസ്കേലിനുണ്ടായ യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത 4 വ്യത്യസ്ത മുഖങ്ങളുള്ള 4 ജീവികൾക്കൊത്തതായിരുന്നു. ആ വ്യത്യസ്ത മുഖങ്ങൾ മനുഷ്യമുഖം, സിംഹമുഖം, കാളമുഖം, കഴുകുമുഖം എന്നിവയായിരുന്നു. ആ കാഴ്ച കണ്ട യെഹെസ്കേൽ കവിണ്ണു വീണു. തുടർന്ന് തന്നോട് സംസാരിക്കുന്ന ഒരുത്തന്റെ ശബ്ദവും അവൻ കേട്ടു. കവിണ്ണു വീണുപോയ യെഹെസ്കേലിനെ ദൈവത്തിന്റെ ആത്മാവ് നിവർന്നു നിൽക്കുമാറാക്കി. യിരെമ്യാവിന്റെ പ്രവചനം പോലെ ദൈവത്തിന്റെ ന്യായവിധിയാണ് തങ്ങളെ ബാബേലിൽ എത്തിച്ചതെന്ന് മനസ്സിലാക്കിയെങ്കിലും ഇസ്രായേൽ മക്കൾക്ക് ഒരു മാനസാന്തരത്തിന്റെ ഹൃദയം അപ്പോഴും ഉണ്ടായിരുന്നില്ല. അവർ ഒരു മത്സരഗ്രഹം തന്നെ എന്ന് മനസ്സിലാക്കിയ ദൈവം യെഹെസ്കേലിനോട് ഇസ്രായേൽ ജനം കേട്ടാലും കേൾക്കാതിരുന്നാലും ധൈര്യമായി തന്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കുവാൻ കൽപ്പിച്ചു. അതിനു മുൻപായി ദൈവം യെഹെസ്കേലിന് ഒരു ചുരുൾ തിന്നുവാൻ കൊടുത്തു. അതിന്റെ അകത്തും പുറത്തും എഴുത്തുണ്ടായിരുന്നു. അതിൽ വിലാപങ്ങളും സങ്കടവും കഷ്ടവും എഴുതിയിരുന്നു. അവൻ അത് തിന്നു. അത് അവന്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു. വീണ്ടും യഹോവ യെഹെസ്കേലിനോട് സംസാരിച്ചു. അവനെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു എന്നറിയിച്ചു. ഇസ്രായേൽ ഗൃഹത്തിന്റെ കാവൽക്കാരൻ എന്ന ജോലി അത്ര എളുപ്പമായിരുന്നില്ല. യഹോവ ഒരു ദുഷ്ടനോട് നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ യെഹെസ്കേൽ അവനെ ജീവനോടെ രക്ഷിക്കേണ്ടതിന് അവനോട് തന്റെ ദുർമാർഗം വിട്ടുതിരിയാൻ ഓർപ്പിച്ചുകൊണ്ട് ഒന്നും പറയാതിരുന്നാൽ ആ ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും. എങ്കിലും ആ ദുഷ്ടന്റെ രക്തം ദൈവം യെഹെസ്കേലിനോട് ചോദിക്കും. എന്നാൽ യെഹെസ്കേൽ ഓർമ്മപ്പെടുത്തിയതിനു ശേഷവും ദുഷ്ടന് ഒരു മാറ്റവും ഇല്ലാതെ അവൻ മരിച്ചാൽ ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ തന്നെ മരിക്കും. എന്നാൽ യെഹെസ്കേൽ ആ രക്തത്തിൽ നിന്ന് ഒഴിവുള്ളവനായി തീരും. അതുപോലെ തന്നെ ഒരു നീതിമാൻ തന്റെ നീതി വിട്ട് നീതികേട് പ്രവർത്തിച്ചാൽ യെഹെസ്കേൽ അവനെ ഓർമ്മിപ്പിക്കാതിരുന്നാൽ ആ നീതിമാൻ തന്റെ പാപത്തിൽ മരിക്കും. എന്നാൽ അവന്റെ രക്തം ദൈവം യെഹെസ്കേലിനോട് ചോദിക്കും. എന്നാൽ യെഹെസ്കേൽ ഓർമ്മപ്പെടുത്തിയതിനു ശേഷം അവൻ തന്റെ നീതികേട് വിട്ടുതിരിയുന്നു എങ്കിൽ 2 പേരും അവരവരുടെ പ്രാണനെ രക്ഷിക്കും. കാരണം ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതിലത്രേ ദൈവത്തിന് പ്രസാദമുള്ളത്.
തുടർന്ന് യഹോവയുടെ അരുളപ്പാടുകൾ പല പ്രാവശ്യം യെഹെസ്കേലിനുണ്ടായി. എന്നാൽ ഈ അരുളപ്പാടുകളൊക്കെ യെഹെസ്കേൽ ഇസ്രായേൽ ഗൃഹത്തെ അറിയിച്ചത് വ്യത്യസ്തങ്ങളായ അടയാളങ്ങളിൽ കൂടിയായിരുന്നു. അതിൽ ഒരു ഇഷ്ടിക എടുത്ത് അതിൽ യെരൂശലേം നഗരം വരച്ച് അതിനെ നിരോധിക്കുന്നതും, ഇസ്രായേൽ ഗൃഹത്തിന്റെയും യഹൂദ ഗൃഹത്തിന്റെയും അകൃത്യം വഹിച്ച് ഇടതുവശം ചരിഞ്ഞ് 390 ദിവസവും വലതുവശം ചരിഞ്ഞ് 40 ദിവസവും കിടക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. വാക്കുകളിൽ കൂടിയും അടയാളങ്ങളായും ഇസ്രായേൽ മക്കളെ ദൈവം അവർ ചെയ്തു കൂട്ടുന്ന മ്ലേച്ഛതകളെ ഓർമ്മിപ്പിക്കുകയും അവർ മടങ്ങി വരണം എന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ യെഹെസ്കേലും ദാനിയേലും സുഹൃത്തുക്കളും അടങ്ങുന്ന ഒരു ചെറിയ ശേഷിപ്പ് മാത്രമേ ദൈവത്തിന്റെ വചനങ്ങൾക്ക് വില നൽകിയുള്ളൂ. തുടർന്ന് യഹോവയുടെ ആത്മാവ് യെഹെസ്കേലിനെ യെരൂശലേമിലെ ആലയത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ യാഗപീഠത്തിന്റെ വടക്ക് ഒരു തീക്ഷ്ണതാ ബിംബം ഇസ്രായേൽ മക്കൾ പ്രതിഷ്ഠിച്ചിരുന്നു. പ്രാകാരത്തിന്റെ മതിലുകളിലാകട്ടെ വെറുപ്പായുള്ള ഓരോ തരം ഇഴജാതികളെയും മൃഗങ്ങളെയും ഇസ്രായേൽ ഗൃഹത്തിന്റെ സകല വിഗ്രഹങ്ങളെയും അവർ വരച്ചു വെച്ചിരുന്നു. ഇസ്രായേൽ ഗൃഹത്തിന്റെ മൂപ്പന്മാർ അതിന് ധൂപം കാട്ടുകയും ചെയ്തു. വേറൊരു വശത്ത് സ്ത്രീകൾ തമ്മൂസിനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവം തനിക്ക് സ്വന്തമായി തിരഞ്ഞെടുത്ത ജനം, അവരോട് കൂടെ വസിക്കാൻ ആഗ്രഹിച്ച് തിരഞ്ഞെടുത്ത സ്ഥലം. എന്നാൽ ഇസ്രായേൽ മക്കൾ ദൈവം വിശുദ്ധീകരിച്ച അവന്റെ ആലയത്തെ അശുദ്ധമാക്കി ഏറ്റവും മ്ലേച്ഛമായുള്ളത് പ്രവർത്തിച്ചു. അങ്ങനെ ഇസ്രായേൽ മക്കൾ ചെയ്ത രഹസ്യ പാപങ്ങൾ നിമിത്തം യഹോവയുടെ മഹത്വം ആലയത്തെ വിട്ടുമാറി. ഇതിനിടയിൽ യെഹെസ്കേലിന്റെ ഭാര്യ മരിച്ചു. എന്നാൽ തന്റെ കണ്ണിന്റെ ആനന്ദമായിരുന്ന ഭാര്യ മരിച്ചപ്പോൾ ഒന്ന് കരയുവാനോ കണ്ണുനീർ വാർക്കുവാനോ ദൈവം അവനെ അനുവദിച്ചില്ല. ഇത് കണ്ട ഇസ്രായേൽ ജനം അതിശയിച്ചു. ഇത് ഇസ്രായേലിന് ഒരടയാളമായി ദൈവം നൽകിയതായിരുന്നു. അവരുടെ ഹൃദയത്തിന്റെ വാഞ്ചയും കണ്ണിന്റെ ആനന്ദവുമായ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കപ്പെടുമ്പോൾ അതിൽ അവർക്ക് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. അത്രയേറെ അവർ മനം തഴമ്പിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോയിരുന്നു. ഈ അധപതനത്തിലേക്ക് അവരെ എത്തിച്ചത് വ്യാജം പ്രവർത്തിക്കുന്ന പ്രവാചകന്മാരും അവരെ നയിക്കാൻ ദൈവമാക്കി വെച്ച ഇടയന്മാരും തന്നെ ആയിരുന്നു. ഇസ്രായേലിന്റെ ഇടയന്മാരെ കുറിച്ച് പ്രവചിക്കുവാൻ യെഹെസ്കേലിന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അവർ ആടുകളെ മേയ്ക്കുന്നതിന് പകരം അവയിൽ തടിച്ചവയെ അറുക്കുകയും അതിന്റെ മേധസ് തിന്നുകയും ആട്ടുരോമം ഉടുക്കുകയും ചെയ്യുന്നു. ആടുകളെ മേയ്ക്കുക എന്ന അവരെ ഏൽപ്പിച്ച ജോലിക്ക് പകരം അവർ തങ്ങളെ തന്നെ മേയ്ക്കുന്നവരായി തീർന്നു. അവർ ബലഹീനമായതിനെ ശക്തീകരിക്കുകയോ ദീനം പിടിച്ചതിനെ ചികിത്സിക്കുകയോ ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയോ ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്തുകയോ കാണാതെ പോയതിനെ അന്വേഷിക്കുകയോ ചെയ്യാതെ കഠിനതയോടും ക്രൂരതയോടും കൂടെ അവയെ ഭരിച്ചു. ഇടയിലില്ലായ്കയാൽ അവ ചിതറിപ്പോയി കാട്ടിലെ സകല മൃഗങ്ങൾക്കും ഇരയായി തീർന്നു. ഇസ്രായേൽ എന്ന ദൈവത്തിന്റെ ആട്ടിൻകൂട്ടം ചിതറിപ്പോയപ്പോൾ അവയെ തിരയുവാനും അന്വേഷിക്കുവാനും ദൈവമാക്കി വെച്ചവരാരും അവരുടെ ജോലി വിശ്വസ്തയോടെ ചെയ്തില്ല. അതുകൊണ്ട് യഹോവയായ കർത്താവ് തന്നെ അവരെ മേയ്ക്കുമെന്ന് അരുളി ചെയ്തു. കർത്താവ് എന്ന നല്ല ഇടയൻ അവരെ ചിതറിപ്പോയ സകല ഇടങ്ങളിൽ നിന്നും ശേഖരിച്ച് സ്വദേശത്ത് കൊണ്ടുവന്ന് നല്ല മേച്ചിൽപ്പുറത്ത് മേയ്ക്കുമെന്നും അവൻ തന്നെ തൻ്റെ ആടുകളെ ന്യായത്തോടെ മേയ്ക്കുകയും കിടത്തുകയും ചെയ്യുമെന്നും യഹോവയായ കർത്താവ് അരുളി ചെയ്തു. വരുവാനിരിക്കുന്ന യേശുക്രിസ്തു എന്ന നല്ല ഇടയനെ കുറിച്ചുള്ള കൃത്യമായ പ്രവചനം യെഹെസ്കേലിന്റെ ഈ പ്രവചനങ്ങളിൽ കൂടി ദൈവം ഇസ്രായേലിന് നൽകി. ഇതിനിടയിൽ
യെഹസ്കേലിന്റെ പ്രവാസത്തിന്റെ 12-ാം ആണ്ടിൽ യെരുശലേമിൽ നിന്ന് ചാടിപ്പോന്ന ഒരാൾ നഗരം പൂർണ്ണമായി പിടിക്കപ്പെട്ടു പോയി എന്ന വിവരം യെഹസ്കേലിനെ അറിയിച്ചു. അങ്ങനെ ഏകദേശം 820 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിന്റെ പരസംഗവും ഹൃദയകാഠിന്യവും മുൻകൂട്ടി കണ്ട യഹോവയായ ദൈവം മോശ മുഖാന്തരം പ്രവചിച്ച ഇസ്രായേലിന്റെ പ്രവാസം ഇന്ന് യെഹസ്കേൽ തന്റെ കണ്ണിന്റെ മുമ്പിൽ യാഥാർത്ഥ്യമാവുന്നത് കണ്ടു. ദൈവത്തെ വിട്ട് പിന്മാറിയ ഇസ്രായേലിന് പ്രവാസമെന്ന ന്യായവിധി ദൈവം നൽകിയപ്പോൾ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ പലതും ഇസ്രായേലിന്റെ അനർത്ഥത്തിൽ സന്തോഷിച്ചതുകൊണ്ട് അവർക്കും ദൈവത്തിന്റെ ന്യായവിധി ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നു. എന്നാൽ ഈ ന്യായവിധികൾക്ക് പിന്നിലെ ദൈവത്തിന്റെ ഉദ്ദേശം താൻ യഹോവയെന്ന് അവർ അറിയണമെന്നും തന്നിലേക്ക് ജനം മടങ്ങി വരണം എന്നുമായിരുന്നു. അതുകൊണ്ടാണല്ലോ അവർ ചെന്നു പാർക്കുന്ന ദേശത്തും തന്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ ദൈവം തയ്യാറായത്. ഇന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും പ്രത്യാശയില്ലാത്ത ഉണങ്ങിയ അസ്ഥികളെ പോലെ ആയിരുന്നാലും അവർക്ക് ശ്വാസം നൽകി ജീവിപ്പിക്കുവാൻ കഴിയുന്ന ഒരു യഹോവ അവർക്കുണ്ടെന്നുള്ള ഉറപ്പും പ്രത്യാശയും യെഹസ്കേലിൽ കൂടി ദൈവം അവർക്ക് നൽകി. അന്ന് ദൈവം യാക്കോബിന്റെ പ്രവാസികളെ ജാതികളുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തുകയും അവരിൽ തന്റെ ആത്മാവിനെ പകരുകയും ചെയ്യുമെന്നും യഹോവയായ കർത്താവ് അരുളി ചെയ്തു. ഇസ്രായേൽ ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും ദൈവത്തിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്ത പ്രഭുവാണ് ഗോഗ്. ആ ഗോഗിനെ ദൈവം പൂർണ്ണമായി നശിപ്പിച്ച് ഒരു ശ്മശാന ഭൂമി ആക്കുമെന്നും താൻ ഇസ്രായേലിന്റെ പരിശുദ്ധനായ യഹോവയാകുന്നുവെന്ന് ജാതികൾ അറിയുമെന്നും യഹോവ അരുളി ചെയ്തു. അങ്ങനെ ഇസ്രായേലിന്റെയും ജാതികളുടെയും പാപങ്ങൾക്ക് ന്യായവിധിയും ശുദ്ധീകരണവും നടത്തിയതിനു ശേഷം ദൈവം യാക്കോബിന്റെ പ്രവാസികളെ മടക്കി വരുത്തി തന്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുമെന്ന് ദൈവം അരുളി ചെയ്തു. തുടർന്ന് യെഹസ്കേലിന്റെ 50-ാം വയസ്സിൽ പ്രവാസത്തിന്റെ 25-ാം ആണ്ടിൽ യഹോവയുടെ കൈ യെഹസ്കേലിന്റെ മേൽ വന്ന് ദൈവം അവനെ ഇസ്രായേൽ ദേശത്തിലെ ഒരു ഉയർന്ന പർവ്വതത്തിൽ കൊണ്ടുപോയി നിർത്തി. അപ്പോഴേക്കും നഗരം പിടിക്കപ്പെട്ടു പോയിട്ട് 14 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ദൈവം യെഹസ്കേലിനെ ഒരു നഗരവും അതിൽ ഒരാലയവും കാണിച്ചു കൊടുത്തു. ആ ആലയത്തിന്റെ കൃത്യമായ അളവുകളും അറിയിച്ചു കൊടുത്തിരുന്നു. അത് ഭാവിയിൽ ഇസ്രായേൽ പണിയാനിരിക്കുന്ന ആലയത്തിന്റെ മാതൃകയും അളവുകളും ആയിരുന്നു. ദൈവം യെഹസ്കേലിനെ ആലയത്തിന്റെ മതിലുകളും മണ്ഡപങ്ങളും ഗോപുരങ്ങളും ഒക്കെ കാണിച്ചു കൊടുത്തു. അനന്തരം ദൈവം യെഹസ്കേലിനെ കിഴക്കോട്ടുള്ള ഗോപുരത്തിലേക്ക് കൊണ്ടുചെന്നു. അപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ തേജസ് കിഴക്കു വഴിയായി വന്നു. അതിന്റെ മുഴക്കം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു. ഭൂമി അവന്റെ തേജസ് കൊണ്ട് നിറഞ്ഞു. യഹോവയുടെ തേജസ് കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി ആലയത്തിലേക്ക് പ്രവേശിച്ചു. യഹോവയുടെ തേജസ് ആലയത്തെ പൂർണ്ണമായി നിറച്ചു. തുടർന്ന് ദൈവം യെഹസ്കേലിനെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കൽ മടക്കി കൊണ്ടുവന്നു. അവിടെ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് അവൻ കണ്ടു. ആ വെള്ളം താഴേക്ക് ഒഴുകുന്തോറും അതിന് നീളവും വീതിയും ആഴവും കൂടിക്കൂടി ഒരു വലിയ നദിയായി തീർന്നു. ആ നദി ചെന്ന് ചേരുന്ന ഇടത്തെല്ലാം ചലിക്കുന്ന സകല ജീവികളും ജീവിച്ചു. ആ നദിയുടെ ഇരുകരയിലുമുള്ള വൃക്ഷങ്ങൾ എപ്പോഴും ഫലം കായ്ച്ചു. അവയുടെ ഫലം തിന്മാനും ഇലകൾ ചികിത്സയ്ക്കും ഉതകുന്നതായിരുന്നു. എന്നാൽ ഈ അനുഗ്രഹങ്ങൾ ഇസ്രായേലിന് മാത്രം അവകാശമുള്ളതായിരുന്നില്ല. അത് എല്ലാവർക്കും അനുഭവിക്കുവാൻ ദൈവം അനുവദിക്കുന്നു. യഹോവയുടെ വിശുദ്ധ മന്ദിരമുള്ള ആ നഗരത്തിന് യഹോവ ശമ്മ അഥവാ യഹോവ അവിടെ എന്ന് പേരാകും. ദൈവം അനുഗ്രഹിക്കട്ടെ.